ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നൈസ് പത്തിരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പത്തിരി മേക്കർ ഒന്നും ഇല്ലാതെ ഈ പത്തിരി എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ബൗളിലാണ് നമ്മൾ പൊടി എടുക്കുന്നത്. വളരെ നൈസായിട്ടുള്ള പൊടിയാണ് പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു പാത്രത്തിൽ 1.5 കപ്പ് വെള്ളം നമ്മൾ ചൂടാക്കി തിളപ്പിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അളന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ആ പാത്രത്തിൽ 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ ഒരു പാത്രം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ നൈസായിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലിടാം. അതിനുശേഷം നമ്മൾ പൊടി ചേർത്ത് കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടിയൊക്കെ നന്നായിട്ട് കുറുകി ഈ വെള്ളം ഒട്ടും ഇല്ലാത്ത നല്ലൊരു മാവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം. ഇതേപോലെ നല്ല മാവിൻ്റെ രൂപത്തിൽ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒന്ന് ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. വെള്ളമൊക്കെ വറ്റി മാവൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാവിനൊരു ഇളം ചൂടാവുന്ന സമയത്ത് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് മാവിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. ഇതേപോലെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ പത്തിരിക്ക് വേണ്ടുന്ന മാവ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉരുള ഉണ്ടാക്കുന്നത് പോലെ ഉരുട്ടി നമുക്ക് ബാക്കി മാവും കൂടെ ഉരുളകളാക്കി എടുക്കാം. ഇതേപോലെ ചെറിയ ഉരുളകളാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ തേച്ചതിന് ശേഷം ഇതേപോലെ ഉരുളകളാക്കി എടുത്താൽ മതി. നമ്മുടെ മാവുകളെല്ലാം ഇതേപോലെ ചെറിയ ഉരുളകളാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഉരുളകളെല്ലാം ഒന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ വെളിച്ചെണ്ണയുടെ കവറാണ് എടുത്തിട്ടുള്ളത്. പത്തിരി മേക്കറൊന്നും നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണിത്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണിത്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുട്ടി വച്ചിരിക്കുന്ന ഉരുള എടുത്ത് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇനി കവർ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അടി റൗണ്ട് ഷേപ്പുള്ള ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ടൊന്ന് റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ല നൈസായിട്ട് നമുക്ക് മാവ് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. പത്തിരി ചുട്ടെടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് പത്തിരി റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ചെറുതായിട്ടൊക്കെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മുടെ പത്തിരി റെഡിയായി കിട്ടും. ബാക്കി പത്തിരിയും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാ പത്തിരിയും നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാച്ചിലേഴ്സിനും കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കറിയുടെ കൂടെയും ബാജി കറിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.